ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മഞ്ഞൂരേരി. നമ്മളിന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചത്തെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വന്ന് നോക്കിയപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം പണികൾ തുടങ്ങാമെന്ന് വേണ്ടി വിചാരിച്ചു. ഫസ്റ്റ് തന്നെ നമ്മളൊരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാൽ ചായക്ക് പലഹാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് മെനക്കെട്ടില്ല. പിന്നെ അതാ ഒരു പാക്കറ്റ് മിച്ചർ ഇരുന്നായിരുന്നു. അതുകൊണ്ട് അതും അവിലും പാടെ മിക്സ് ചെയ്ത് നമ്മൾ ചായക്ക് കൂട്ടി കഴിച്ചു. അപ്പോൾ ഈ മിച്ചർ കണ്ട സമയത്ത് എനിക്ക് വേഗം ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോസ്റ്റൽ ലൈഫായിരുന്നു കേട്ടോ. ഹോസ്റ്റലിലുള്ള സമയത്ത് എപ്പോഴും അന്ത്യാകുമ്പോൾ ഞങ്ങൾ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും പിന്നെ ഈ മിച്ചറും അവിലും പാടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിക്കൽ പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കണ്ടതും അങ്ങോട്ടാണ് ഓർമ്മ പോയത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മണിയനും ജമ്പറട്ടനും കഞ്ഞി കൊടുക്കേണ്ട പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് തവിടും ഒരു കരിക്കഞ്ഞും പാടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും കൊടുക്കലതാ. ഇവരാണ് മണിയനും ജമ്പറട്ടനും. അപ്പോൾ അങ്ങനെ ഇവർക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് അവരുടെ കഞ്ഞികൂടിയൊക്കെ കഴിഞ്ഞിട്ട് ശേഷം എന്താ പാത്രമൊക്കെ തുടച്ച് നോക്കി വൃത്തിയാക്കിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മണിയൻ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അവർക്ക് കുറച്ച് പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് പോയി. അതിന് ശേഷം നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി കഴിഞ്ഞ് വെള്ളമൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുറ്റടിക്കാനുണ്ട്. അപ്പോൾ 4 പേർ നമ്മൾ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കിയാണ്. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഉമ്മർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വെള്ളമൊക്കെ നനച്ച് കിട്ടും. മഴക്കാറുള്ളതുകൊണ്ട് തന്നെ വലിയ വാട്ടൊന്നുമില്ല ചെടികൾക്ക്. അപ്പോൾ പിന്നെ ഇത് കുറേ കൊല്ലമായിട്ട് ഇവിടെയുള്ള റോസാണ് കേട്ടോ. എപ്പോഴും പൂവുണ്ടാവുന്ന ഒരു റോസാണ് കേട്ടോ. അതിലെപ്പോഴും ഒരു പൂ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇരിക്കും. അധികം ഹൈറ്റൊന്നുമില്ല എന്നാലും. അപ്പോൾ അതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ പുതിയതായിട്ട് കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാണ് കേട്ടോ. അവർക്ക് നനച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ അമ്പലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കുളിച്ചിട്ട് വിളക്ക് കൊളുത്തി. അതോടെ നമ്മുടെ അമ്പലത്തെ എല്ലാ പരിപാടിയും അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈവനിങ് വ്ളോഗ് എന്നുകൊണ്ട് പറയുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വിട്ടിട്ടാ.